നമസ്കാരം. ധനുസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഡിസംബർ 9 നടന്ന് 2023 നടന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കീയാണ്. ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 239/2023 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അല്ലേ. പെട്ടെന്ന് കറണ്ട് അഫയറൊക്കെ കിട്ടുകയും ചെയ്യും. നോക്കാം. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. പറക്കം സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം ഏതാണ്? 2021 അല്ലേ. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചൊരു കാലയളവ് എന്നായിരുന്നു? 1958 പത്മശ്രീ ലഭിക്കുക. 1958 പത്മശ്രീ അദ്ദേഹത്തിന് ലഭിക്കുക. ആർക്ക്? മിൽഖാ സിംഗിന്. ഇനിയുള്ളത് വർണ്ണതത്വ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. വൈറ്റമിൻ എ ഓർക്കുക. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചതെന്നാണ്? 22 ജൂലൈ 2019. പ്രഗ്യാൻ റോവർ 22 ജൂലൈ 2019 ഇട്ടത് അല്ലേ. അത് വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 കാലയളവാണത്. ചന്ദ്രയാൻ 3 കാലയളവും പ്രഗ്യാൻ റോവറുണ്ട് അല്ലേ. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 3 ഇവിടെ 14 ജൂലൈ കിടപ്പുണ്ട് അല്ലേ, തെറ്റിക്കുക. 14 ജൂലൈ 2023 ഇത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ലോഞ്ചിങ് ഡേറ്റ് 14 ജൂലൈ 2023 ലോഞ്ചിങ് ഡേറ്റ് ഓഫ് ചന്ദ്രയാൻ 3 ഓർക്കുക. ഇനി ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? 1950 ജനുവരി 25. ജനുവരി 25 ശരിക്കും എന്താണ്? വോട്ടേഴ്സ് ഡേ ആണ് അല്ലേ. വോട്ടേഴ്സ് ദിനമാണ്. ഇനി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. അവർക്ക് മറ്റെന്തും കൂടിയുണ്ട്? ധനകാര്യം കൂടിയുണ്ട് അല്ലേ. അവർക്ക് ധനകാര്യം കൂടിയുണ്ട്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ധനകാര്യവും കോർപ്പറേറ്റും കൂടിയാണ് നോക്കുക അല്ലേ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? അപ്പോൾ നിർമ്മല സീതാരാമൻ. ധനകാര്യ വകുപ്പ് കൂടി ഉണ്ട്. ഇനി അമിത്ഷാ എന്ന് പറയുമ്പോൾ എന്താണ്? ആഭ്യന്തരമുണ്ട്, സഹകരണ മന്ത്രാലയമുണ്ട്. ആഭ്യന്തരമുണ്ട്, സഹകരണ മന്ത്രാലയമുണ്ട്. നാരായണ ടാറ്റു റാണി എന്ന് പറയുമ്പോൾ എന്താണ് നോക്കുക? നാരായണ ടാറ്റു ആരും നോക്കുക? ഈ മൈക്രോ അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളെല്ലാം തന്നെ മൈക്രോ സംരംഭങ്ങളും ചെറുകിട വ്യവസായങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? നാരായണ ടാറ്റു റാണയാണ്. പീയൂഷ് ഗോയൽ എന്ന് പറയുമ്പോഴോ വാണിജ്യമാണ്. പീയൂഷിന് വാണിജ്യമാണ് പീയൂഷ്, വാണിജ്യം. അതുപോലെ ഉപഭോക്തൃ ഭക്ഷ്യം വ്യവസായ വകുപ്പ് മന്ത്രി. പൊതുവിതരണവും ഒക്കെ ആർക്കാണ്? വാണിജ്യം, വ്യവസായം അല്ലെ, ഉപഭോക്തൃ ഭക്ഷ്യവിഭവം എല്ലാം, പൊതുവിതരണം എല്ലാം വരുന്ന അവിടെയാണ്, പീയൂഷ് ഗോയലിലാണ്. ഇനി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. ഇന്ത്യയിലെ സ്വതന്ത്ര വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗിയാണ്. സ്വതന്ത്ര വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗിയാണ്. അപ്പോൾ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് എന്ന് നടന്നറിയോ? 1951 ഒക്ടോബർ 25 മുതൽ ഇല്ല 52 ഫെബ്രുവരി 21 കാലയളവിലാണ് നടക്കുക. ഇനി അതിൻ്റെ പ്ലേസ് എവിടെയാണ്? ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്ലേസ്, സ്ഥലം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ചിനി താപ്പൂരിലാണ്. എന്താ പറയുക? നെക്സ്റ്റ് വരുന്നത് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയത്. ഉൽക്കാവർഷ പ്രദേശം ഉൽക്കകൾ വീഴുന്ന എവിടെയാണ്? മീസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം മീസോസ്ഫിയറാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലക്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം കൈഗ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയാണ്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയാണ് സുവർണ ചതുഷ്കോണം അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോൾഡൻ കോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. മൗണ്ട് K2 കാരക്കോറം. കോട്ടണോപോളിസ് വിശേഷിപ്പിക്കുന്ന എന്താണ്? മുംബൈ. മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. വിശ്വേശ്വരയ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അയിത്താചരണം ശിക്ഷാർഹമാക്കിയ കുറ്റകരമായി പ്രഖ്യാപിച്ച ഭരണഘടനാ വകുപ്പ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. അയിത്താചരണം ആർട്ടിക്കിൾ 17. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ എവിടെയാണ്? അനുച്ഛേദ 51A. മൗലിക കടമകൾ എവിടെയാണ്? അനുച്ഛേദ 51A.
കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ ബിശ്വാസ് മേത്ത. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം. ജനഗണമനയ്ക്ക് വേണ്ട സമയദൈർഘ്യം എത്രയാണ്? 52 സെക്കൻഡ്. ജനഗണമന 52 സെക്കൻഡ് വേണം. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമവ്യവസ്ഥ മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. എന്താ ചോദിക്കുക? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്തു. ആരാണിത്? 44-ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം നീക്കം ചെയ്ത് എവിടെ നിന്നാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നീക്കം ചെയ്തു. ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദേശീയ പതാകയിലെ ആരക്കല്ലുകളുടെ എണ്ണം എത്രയാണ്? 24. ദേശീയ പതാകയിലെ ആരക്കല്ലുകളുടെ എണ്ണം എത്രയാണ്? 24. വന്ദേമാതരം ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്, വന്ദേമാതരത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം ബങ്കിം ചന്ദ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തതാണ് ഇതിൽ. നെക്സ്റ്റ് വരുന്നത്, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആരായിരുന്നു? ബസ്ലലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന വന്ന വർഷം ഏതായിരുന്നു? 1956 ഫസ്റ്റ് വന്നത് 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഇവിടെ സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ആരാണ് ഇവിടെ? അബനീന്ദ്രനാഥ് ടാഗോർ. ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോറാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടിക്ക് സംഘടന രൂപം കൊടുത്തു. സംഘടനയ്ക്ക് രൂപം നൽകിയത് ഈ രാജ്യത്ത് വെച്ചാണ്. ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ഏത് രാജ്യത്ത് വെച്ചാണ്? അമേരിക്ക. ഗദ്ദർ പാർട്ടി അമേരിക്കയിൽ വെച്ച് രൂപം കൊടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഇവയെല്ലാം എന്നാണ്. മദ്രാസ് ലേബർ യൂണിയൻ ഇവയെല്ലാം എന്നാണ് നടക്കുന്നത് കേട്ടോ, തെറ്റിപ്പോകേണ്ട ആർക്കും. മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ എന്നിവയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതൊക്കെയാണ്? മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ. ഇനി 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ഗുൽസറിലാൽ നന്ദ. ആരായിരുന്നു? ഗുൽസറിലാൽ നന്ദയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. 10+2+3 കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, VP മേനോൻ. 1954 കാലഘട്ടത്തിൽ IIT-കൾക്ക് ഇന്ത്യയിൽ എത്ര IIT സ്ഥാപിച്ചു? 54 10 വർഷം അല്ലേ? 5 IIT. ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കുക. ആ സമയത്തോടെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്. ചാനാർ ലഹള 1859. ചാനാർ ലഹള. ജയിക്കാനും വാദിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്ത വാക്കുകളാണ്? ശ്രീനാരായണ ഗുരു. ജയിക്കാനും വാദിക്കാനുമല്ല അല്ലേ? ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന ആരുടെ നേതൃത്വത്തിലാണ്? K. കേളപ്പൻ.
കെ കളപ്പൻ. ഗാന്ധിജി അരാജകത്വം ഗ്രന്ഥം സി ശങ്കരൻ നായർ. ഗാന്ധിജി അരാജകത്വം സി ശങ്കരൻ നായർ. ഗാന്ധിജി അരാജകത്വം സി ശങ്കരൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? മലയാളി മെമ്മോറിയൽ. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണതിൽ? മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതയാരാണ്? എം വി കുട്ടിമാളു അമ്മ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതയാരാണ്? എം വി കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണത്. ആൻസർ പയ്യന്നൂരാണ്. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച് സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ചത് ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം, കോഴിക്കോട് സോൾട്ട് അല്ല, കോഴിക്കോട് സോൾട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കോഴിക്കോട് സോൾട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി അല്ലെ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ്. പി രാജീവ് ഖാദി ഗ്രാമം. പി രാജീവ് ഖാദി ഗ്രാമം. പി രാജീവ് ഖാദി ഗ്രാമം. കേരള സ്പോർട്സ് കൗൺസിൽ രൂപം കൊടുത്തതാരാണ്? ഗോദവർമ്മരാജ് അല്ലേ. ആദ്യം കേരള സ്പോർട്സ് കൗൺസിൽ രൂപം കൊടുത്തതാരാണ്? ഗോദവർമ്മരാജ്. ഗോദയിൽ വെച്ചിട്ട് അല്ലേ, സ്പോർട്സ് ഗോദയിൽ വെച്ചെന്ന് ഓർക്കാം. ഇനി പശ്ചിമഘട്ടത്തിലെ മഴനില പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ. പശ്ചിമഘട്ടത്തിലെ മഴനില പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ. ചിന്നാർ. മഴനിഴൽ ചിന്നാർ. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? പുനം കൃഷി. അട്ടപ്പാടി പുനം കൃഷി. അട്ടപ്പാടിയിൽ പുനംകൃഷി. അട്ടപ്പാടി പുനംകൃഷി. ഗൗണ, നാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യനദി ഏതാണ്? മിനിച്ചിലാർ. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നിവ മിനിച്ചിലാറാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ പഴവർഗ്ഗം ഏതാണ്? പഴവർഗ്ഗം ഏതാണ്? ചക്ക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിൽ ലഘൂകരണം എല്ലാം ഉണ്ടല്ലേ. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപകൃത സെൽ, ഇതെല്ലാമുണ്ട്. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധമുണ്ടെന്നുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂറാണ്. എറണാകുളത്തെ പറവൂറാണ് റോമുമായി ബന്ധമുള്ളത്. ഉത്ഖനനമാണ്, ഓർക്കൂ. നെക്സ്റ്റ്, 2012 ഉരുൾപൊട്ടുണ്ടായ പുല്ലൂരാമ്പാറ കോഴിക്കോട്. മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഏതൊക്കെയാണ്? മന്തുരോഗം ഇവിടെ കൊതുകുകളുടെ കാര്യമല്ല, ആൻസർ അവിടെ ഇല്ല. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരെന്താണ്? സുറോഫ്താൽമിയ. വിറ്റാമിൻ എ അല്ലേ സുറോഫ്താൽമിയ. ഓർഗൻ ഓഫ് കോർട്ടി ഏതാണ്? ചെവി. ഓർഗൻ ഓഫ് കോർട്ടി കേൾക്കുന്നു, ചെവി. ഓർഗൻ ഓഫ് കോർട്ടി ചെവി. ഉമിനീരിൻ്റെ pH മൂല്യം 6.2 to 7.6. ഇനി കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികൾ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതാണ്? അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുന്നതാണ്. പെടാത്തത് ഏതാണ്? അല്ലേ, ആർദ്രം പദ്ധതിയിൽ വരുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ നോക്കാം. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളെ വ്യാപരപ്പെടുത്തുക. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ഉറപ്പാക്കുക. ഇത് ആർദ്രം പദ്ധതി കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതിയുടെ ഒന്നാണ് ആർദ്രം പദ്ധതി. അതിൻ്റെ സേവനമാണ് താഴെ പറഞ്ഞത് ഒരെണ്ണം ഒഴികെ അല്ലേ. ഇനി 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനം ഏതാണ്? KAU മനുരത്നം. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രമല്ലാത്തത് ഏതാണ്? രൂപ്കുണ്ട്. സുന്ദർബൻസ്, സരിസ്ക, മനാസ് എന്നിവ എന്താണ്? വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. സുന്ദർബൻസ്, മനാസ്, സരിസ്ക എന്നിവ എന്താണ്? വന്യജീവി സംരക്ഷണ കേന്ദ്രം. അല്ലാത്തത് ഏതാണ്? രൂപ്കുണ്ട്.
കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതല്ല? 1ഉം 2ഉമാണ് അല്ലേ. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചകങ്ങളെ കണക്കാക്കാം. ശരിയല്ല. അത് വായുമലിനീകരണം ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം ലൈക്കനുകൾ എവിടെ കാണുന്നുണ്ട്? മരങ്ങളിൽ കാണും ഇല്ല. മരങ്ങളിൽ ഇങ്ങനെ പൂപ്പൽ പിടിച്ച് കാണത്തില്ല. മരങ്ങളുടെ തടിയിൽ, വലിയ മരങ്ങളുടെയൊക്കെ തടിയിൽ പൂപ്പൽ പിടിച്ച് റൗണ്ട് വൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണപ്പെടുന്നതാണ് ലൈക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുക ഏൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ ഇത് കാണുകയില്ല. ആ മരങ്ങളിലൊന്നും കാണില്ല. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ലൈക്കനുകൾ ധാരാളമായിട്ടിങ്ങനെ മരങ്ങളുടെ തടിയിൽ റൗണ്ടായി കാണാറുണ്ട്. വെള്ളയക്ക് അവിടെ എന്താണ്? വായുമലിനീകരണം അല്ലെങ്കിൽ കുറവാണെന്ന് അനുമാനിക്കാം. ഇനി വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. ഇത് രണ്ടുമാണ് ശരിയായുള്ളത്. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായി ന്യൂട്രോണിനെ കണ്ട ശാസ്ത്രജ്ഞരാണ് ജെയിംസ് ചാഡ്വിക്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? 1ഉം 2. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ ധാതുക്കളും അയിരുകളല്ല. നെക്സ്റ്റ്, പരസ്പര ബന്ധത്തെ തിരിച്ചറിയാം. അതിൽ 1ഉം 2ഉം 4ഉം അല്ലേ. സോഡിയം, ക്ലോറിൻ, കാൽസ്യം. ഓക്കെ. ജലത്തിൽ മാത്രമല്ല ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക് മാസിലുള്ള അനുപാതം എത്രയാണ്? 1:8. ഹൈഡ്രജനും ഓക്സിജനുമാണ് 1:8 ആണ് അല്ലേ. ജലത്തിൽ മാത്രമല്ല ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക് മാസിലുള്ള അനുപാതം എത്രയാണ്? 1:8. H2O അല്ല, ഹൈഡ്രജൻ ഓക്സിജൻ്റെ 8. ഓക്കെ. പഞ്ചസാരയിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലേ. നെക്സ്റ്റ് വരുന്നത്, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി 20 ഹെർട്സ് ആണ്. താഴ്ന്ന പരിധി 20 ഹെർട്സ്. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ഏതാണ്? 20 ഹെർട്സ്. ആവർത്തിയുടെ താഴ്ന്ന പരിധി ഏതാണ്? 20 ഹെർട്സ് ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൽക്കരി. 1/16 2/3 മടങ്ങ് എത്രയാണ്? 1/24. 362 ഈ സംഖ്യ ലസാഗു എത്രയാണ്? ആൻസർ 6 ആണ്. ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാമാണ്. ഒരാൾ കൂടി ക്യാമ്പിലേക്ക് വന്നപ്പോൾ ശരാശരി 42 കിലോഗ്രാമായി. പുതിയ വന്ന ആളുടെ ഭാരം എത്രയാണ്? കണ്ടുപിടിക്കുക. 1/2 + 1/2² + 1/2⁵ ദശാംശ എഴുതുക. 0.875 ആണ്. 85 1/3 ആണ് ആൻസർ. √1.4641 എത്രയാണ്? 1.21 ആണ് അല്ലേ. അത് കണ്ടുപിടിക്കാൻ പറ്റും. താഴെ കൊടുത്തിരിക്കുന്നതിൽ വലുത് ഏതാണ്? 10.7650. ഓക്കെ. 243 ഘടകങ്ങളുണ്ട് 6 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗ്ഗം ഏതാണ്? 9×10⁻² × 1. 120 കിലോഗ്രാം പെർ 20 മണിക്കൂർ വേഗത്തിൽ ഓടുന്ന വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കും? 2 കിലോമീറ്റർ. 5 കുട്ടികൾ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ്. 5 വർഷത്തിന് ശേഷം ആകെ വയസ്സ് 73 ആണ്. ഒരു ക്ലാസ് 45 കുട്ടികളെ 0 ആൻസർ. സമാന ബന്ധം 511 ആണ്. താഴെ കൊടുത്തിട്ട് രജിസ്റ്റർ ആണ് വാക്ക്. 95 15:8 ആൻസർ. 96 300 വരുന്നത് 270 ആണ്. എനിക്കിത് പ്രയാസമാണ്, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യും എന്നറിയില്ല. 1 2 5 16 65 ശ്രേണിയിലെ അടുത്ത പദം 326 ആണ്. √0.0082 വേണ്ടത് 0.09. അത് നമുക്ക് കിട്ടുമല്ലോ. ഒരു പേനയുടെയും പുസ്തകത്തിൻ്റെയും വിലകൾ 3:5 എന്ന അംശത്തിലാണ്. പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ പേനയും പുസ്തകത്തിനും എത്ര രൂപ വിലയാണ്? 48. ഒറ്റയാനെ കണ്ടെത്തുക, ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഇതിങ്ങനെ പഠിച്ചു പോവുക. ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ 2 എണ്ണമെങ്കിലും ചെയ്യുക. 2-3 കാണാൻ സമയമില്ലെങ്കിൽ 2 ചെയ്യുക. ബാക്കി ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ നോട്ട്സോ വെച്ചിട്ട് സിലബസ് പഠിക്കുക. ഓക്കെ, സിലബസ് പഠിക്കുക പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. 2 ഞാൻ 2 ചെയ്യുന്നുണ്ട്. 1 വെച്ചിടുന്നുണ്ട്. 2 കൂടി ഇടാനുള്ള ടൈം കിട്ടാറില്ല. 1 ഇടുന്നുണ്ട്. അപ്പോൾ റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഒരു നോട്ട് വെച്ചിട്ട് സിലബസ് നോക്കി പഠിക്കുക. പിന്നെ യൂട്യൂബ് ക്ലാസ്സുകളും നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയില്ല. എല്ലാ യൂട്യൂബ് ക്ലാസ്സുകളും
നല്ലതുപോലെ നോക്കി കാണണം. മീൻസ് നമുക്ക് വേണ്ടത് കാണുക. ഇതിപ്പോൾ എൻ്റെത് കാണാൻ നിർബന്ധം പിടിക്കുകയല്ല. എൻ്റെത് ഞാൻ കുറച്ച് ഇടാറുള്ളൂ. മറ്റു ക്ലാസ്സുകളും നോക്കണം, എന്നിട്ട് അതിലും കാണുക. സമയമുള്ളതനുസരിച്ച് പഠിക്കുക. സിലബസ് പഠിച്ചു തീർക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം എന്നുള്ളതും അതിലും പ്രധാനം. ഇപ്പോൾ കറൻ്റിലി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിലുള്ള കറണ്ട് അഫെയർസ് ഏത് പാറ്റേൺ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നുള്ളതും നമുക്ക് പുതിയതായി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ.